രാജ്യം ഇന്ന് പുതുവത്സര ലഹരിയിലേക്ക്. തലസ്ഥാന നഗരി അതീവ ജാഗ്രതയിൽ. പുതുവത്സര നിറവിൽ കൊച്ചി. തിരക്ക് നിയന്ത്രിക്കാൻ 2 പാപ്പാഞ്ഞിമാർ. പുതുവർഷ ആഘോഷം. സുരക്ഷിത യാത്രക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വാട്ടർ മെട്രോ. കത്തിയമരാൻ തയ്യാറായി NGO ക്വാർട്ടേഴ്സിലെ പാപ്പാഞ്ഞി. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് പുതുവത്സര ലഹരിയിലേക്ക് ചുവടുവെക്കുമ്പോഴും തലസ്ഥാന നഗരി അതീവ ജാഗ്രതയിലാണ്. കഴിഞ്ഞ മാസം ചെങ്കോട്ടയിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി നഗരം പുതുവത്സരത്തെ വരവേൽക്കുന്നതും. ആഘോഷങ്ങളുടെ കേന്ദ്രമായ കോണാട്ട് പ്ലേസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് വൈകിട്ട് മുതൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ മാസം ചെങ്കോട്ടയിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് രാജ്യം പുതുവത്സരത്തെ വരവേൽക്കുന്നത്. സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ ഡൽഹി നഗരത്തിലുടനീളം 10,000-കണക്കിന് പോലീസുകാരെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ആഘോഷങ്ങളുടെ കേന്ദ്രമായ കോണാട്ട് പ്ലാസിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നർ, മിഡിൽ, ഔട്ടർ സർക്കിളുകളിലേക്ക് വാലിഡ് പാസുകളില്ലാത്ത വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ഭീകരവിരുദ്ധ സേനയും ഡൽഹി പോലീസും സംയുക്തമായിട്ടാണ് നഗരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത്. മെട്രോ സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കോണാട്ട് പ്ലാസിന് പുറമെ ഇന്ത്യ ഗേറ്റ്, ഹൗസ് ഗാസ് തുടങ്ങിയ ജനത്തിരക്കേറിയ ഇടങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. വാഹന പരിശോധനയ്ക്കായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 2,500ഓളം ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേക നിരീക്ഷണത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെയും അമിത വേഗതയിൽ എത്തുന്നവരെയും പിടികൂടാനായി പ്രത്യേക പരിശോധനകൾ സംഘം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി വൈകി ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നവർ പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സംശയാസ്പദമായ രീതിയിൽ ആരെയെങ്കിലും കണ്ണിൽ പെട്ടാൽ ഉടനെ തന്നെ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ പരേഡ് ഗ്രൗണ്ടിലും വെളി മൈതാനത്തുമായി 2 പാപ്പാഞ്ഞികളെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഡ്രോൺ പറത്തുന്നതിന് കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്ത് 1000-ലധികം പോലീസുകാരെയാണ് കാവലിനായി വിന്യസിച്ചിരിക്കുന്നത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി പുതുവത്സര തലേന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചുമില്ല. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ പുതുവർഷത്തെ വരവേൽക്കുവാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഇത്തവണ 2 പപ്പാഞ്ഞികളാണ് ഒരുക്കിയിരിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി പരേഡ് ഗ്രൗണ്ടിൽ പതിവ് പോലെ പപ്പാഞ്ഞിയെ കത്തിക്കുമ്പോൾ തിരക്ക് വിഭജിക്കുവാൻ ഇത്തവണ വേളി മൈതാനത്തും മറ്റൊരു പപ്പാഞ്ഞിയെ സജീവമാക്കിയിട്ടുണ്ട്. പരേഡ് ഗ്രൗണ്ടിൽ ഏകദേശം 40,000 പേർക്കും വേളിയിൽ 25,000 പേർക്കും ആഘോഷങ്ങൾ കാണുവാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഡ്രോൺ പറത്തുന്നതിന് കർശന നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്ത് 1000-ലധികം പോലീസുകാരെയാണ് കാവലിനായി വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി പുതുവത്സര തലേന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. തോപ്പുംപടി BOT പാലം മുതൽ കർശന നിർദ്ദേശങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 4 മണിക്ക് ശേഷം എത്തുന്നവർ നിശ്ചയിക്കപ്പെട്ട പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയ ശേഷം വേണം ആഘോഷ സ്ഥലത്തേക്ക് പോകുവാൻ. വൈപ്പിൻ, ഫോർട്ട് കൊച്ചി റോറോ സർവീസിലും 4 മണിക്ക് ശേഷം വാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ല. ആഘോഷങ്ങൾ കഴിഞ്ഞ് മടങ്ങുന്നവർക്കായി കൊച്ചി മെട്രോ രാത്രി 1:30 വരെയും അതുപോലെ വാട്ടർ മെട്രോ പുലർച്ചെ വരെയും പ്രത്യേക സർവീസുകൾ നടത്തും. അത് സന്ദർശകർക്ക് ആശ്വാസമാകും. പുതുവർഷ ആഘോഷത്തിന് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് എത്തുന്നവർക്ക് ഏറ്റവും സുരക്ഷിത യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങൾ വാട്ടർ മെട്രോ ടെർമിനലുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം രാത്രി 7 മണി വരെയാണ് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, വൈപ്പിൻ ഭാഗത്തേക്ക് സർവീസ് അനുവദിച്ചിരിക്കുന്നത്. പുതുവർഷ ആഘോഷത്തിന് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് എത്തുന്നവർക്ക് ഏറ്റവും സുരക്ഷിത യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങൾ വാട്ടർ മെട്രോ ടെർമിനലുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം രാത്രി 7 മണി വരെയാണ് ഫോർട്ട് കൊച്ചി അതുപോലെ തന്നെ മട്ടാഞ്ചേരി, വൈപ്പിൻ ഭാഗത്തേക്ക് സർവീസ് അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം രാത്രി 12 മണി മുതൽ പുലർച്ചെ 4 മണി വരെ മട്ടാഞ്ചേരി ഹൈക്കോർട്ട് റൂട്ടിലും വൈപ്പിൻ ഹൈക്കോർട്ട് റൂട്ടിലും സർവീസ് ഉണ്ടാകും. രാത്രി 12 മണി മുതൽ എല്ലാ യാത്രക്കാരെയും ഈ റൂട്ടിൽ എത്തിക്കുവാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അധിക ടിക്കറ്റ് കൗണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനായി സുരക്ഷാ ജീവനക്കാരെയും അധികമായി ടെർമിനലുകളിൽ നിയോഗിച്ചിട്ടുണ്ട്. പോലീസ് സേവനവും ടെർമിനലുകളിൽ ഉണ്ടായിരിക്കും. പുലർച്ചെ 4 മണി വരെയാണ് സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത്. എങ്കിലും അവസാനത്തെ യാത്രക്കാരനെ വരെ ഹൈക്കോർട്ട് ജംഗ്ഷൻ ടെർമിനൽ എത്തിക്കുന്നത് വരെ സർവീസ് തുടരുമെന്ന് കൊച്ചി വാട്ടർ മെട്രോ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാത്രക്കാർ തിരക്ക് കൂട്ടാതെ അച്ചടക്കത്തോടെ ക്യൂ പാലിക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് കൊച്ചി വാട്ടർ മെട്രോ അഭ്യർത്ഥിച്ചു.
പുതുവർഷത്തെ വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണത്തെ ആഘോഷങ്ങളിൽ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് NGO ക്വാർട്ടേഴ്സിലെ പാപ്പാനി. 45 അടി ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ പാപ്പാനിയെ ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് അഗ്നിക്കിരയാക്കുന്നതോടെ 2025 ഔദ്യോഗികമായി വിടചൊല്ലും. പ്രദേശത്ത് ആഘോഷങ്ങൾ അതിന്റെ ഉച്ചാസ്ഥായിലാണ്. 2025 നമ്മളോട് വിട പറഞ്ഞ് 2026 വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ എല്ലാവരും. അതിന്റെ ഒരുക്കങ്ങളെല്ലാം വളരെ തകൃതിയായി തന്നെ ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായി കാക്കനാടും നമ്മുടെ ന്യൂ ഇയറിന് വരവേൽക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പൊ കാക്കനാട് NGO ക്വാർട്ടേഴ്സിലാണ് ഞാനുള്ളത്. ഈ NGO ക്വാർട്ടേഴ്സിലെ ആളുകൾ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഒരു വലിയ പപ്പാനിയെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉയരോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കറിയില്ല. അത് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് കൂടുതൽ ചോദിച്ചറിയാം. കറക്റ്റ് ആയിട്ടുള്ള ഉയരം എത്രയാണ്? 45 അടി. 45 അടി. ഇത് എത്ര ദിവസം കൊണ്ട് പണി കഴിഞ്ഞു? ഇത് ഒരു 12-13 ദിവസം. എത്ര പേര് ഇതിന്റെ മുമ്പിൽ പ്രയത്നിച്ചിട്ടുണ്ട്? 7 ആള് 8 ആളൊക്കെ ഉണ്ടായിരുന്നു. 8 ആള് 12 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു വലിയ 12 ദിവസം ഡേ നൈറ്റ് ഒക്കെ നിന്നിട്ടാണ് ഇത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു പപ്പാനിയുടെ കത്തിസുമാർക്ക്. എത്ര വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു? ഇതിപ്പോ പപ്പാഞ്ഞ് വലുതായിട്ട് ഒരു 3-4 വർഷമായി. അതിന് മുമ്പ് അപ്പൊ എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് ഉണ്ടായിരുന്നു പപ്പാഞ്ഞ് അധികം ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും രസകരമായ ഒരു പപ്പാനിനെ ഈ വർഷമാണ് കാണുന്നത്. അപ്പൊ ഓരോ വർഷവും ഇതിന്റെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടെന്ന് പറയാം. അപ്പം ഈ ഇത്രയും പേരുടെ പ്രയത്നം എന്തായാലും വളരെ ഫലപ്രദമായിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു പപ്പാനിനെ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. 2025 എന്ന വർഷം ബാക്കി വെച്ച നല്ല ഓർമ്മകളുമായി നമുക്ക് 2026 എന്ന പുതുവർഷത്തിലേക്ക് ചുവടുവെക്കാം. ആഘോഷങ്ങൾ പരിധി വിടാതിരിക്കാനും സുരക്ഷിതമായിരിക്കാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുലരിയിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.